Hello everyone, welcome to Rank Excel PSC. SCRT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസ് ആണ് തുടങ്ങുന്നത്. 10th സോഷ്യൽ സയൻസ് പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഈ ചാനലിൽ SCRT ചാപ്റ്റേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മളപ്പോൾ 10th ആദ്യം കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് 9th 8th 7th അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 5th വരെയുള്ള എല്ലാം ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ക്ലാസ്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. മാനവികത. എന്താണ് മാനവികത? മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ആശയമാണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശി. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. ഇത് ആരുടെ വാക്കുകളാണ്? 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണിൻ്റെ വാക്കുകളാണ്. നൂറ്റാണ്ട് 13 ഇംഗ്ലണ്ടിലാണ് ജീവിച്ചിരുന്നത്. ശാസ്ത്രചിന്തകനാണ് റോജർ ബേക്കൺ. അദ്ദേഹം ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്താണ് യുക്തിചിന്ത? നമ്മൾ ബുദ്ധിപൂർവം ചിന്തിക്കുന്നതിനെയാണ്, ബുദ്ധിപൂർവം തെളിവുകൾ സഹിതം ചിന്തിക്കുന്നതിനെയാണ് യുക്തിചിന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു. റോജർ ബേക്കണെ പോലുള്ള ചിന്തകർ നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ പിൽക്കാലത്തെ സ്ഥിതിഗതികൾ മാറിമറിയാൻ തുടങ്ങി. ഇവിടെ എന്താണ് ഒരു പ്രശ്നം പറയുന്നത്? എന്താണ് ഫ്യൂഡൽ അധികാര വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്യൂഡൽ അധികാര വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിക്കുന്നതാണ്. ഭൂമി കൈവശമുള്ളവൻ ധനികനെന്നും കൈവശമില്ലാത്തവൻ പാവപ്പെട്ടവൻ എന്നുള്ള ഒരു ചിന്താഗതി നിലനിന്നിരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തിരുന്നു. അപ്പം അതിനെതിരെയെല്ലാം റോജർ ബേക്കണെ പോലുള്ള ചിന്തകർ ഇതിനെതിരെയെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. അവരുടേതായ ആശയങ്ങളിലൂടെ ഇതിനെയെല്ലാം ചോദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും അധികാരികളുടെ ക്രൂര പീഡനത്തിനും ജയിൽവാസത്തിനൊക്കെ അവർ ഇരയാവുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ഈ ഒരു സ്ഥിതിഗതികളൊക്കെ മാറിമറിയാൻ തുടങ്ങി. പിന്നീട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു കോഡ്സ് പഠിച്ചു വയ്ക്കുക. അത് പറഞ്ഞിരിക്കുന്നത് റോജർ ബേക്കണാണ്. അദ്ദേഹം ശാസ്ത്രചിന്തകനാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയ്ക്കാണ്. ഇതാണ് റോജർ ബേക്കൺ. അദ്ദേഹം വരച്ച ഡയഗ്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ 14ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രാചീന യൂറോപ്പിലെ ഗ്രെക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു. അപ്പോൾ ഇവിടെ പ്രാചീന യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഗ്രെക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടു കൂടി എല്ലാ മേഖലകളിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മാനവികത. എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഒരാശയമാണ് മാനവികത എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് മാനവികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നഗരജീവിതത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ്ഘടന, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, ഇവയെല്ലാമാണ് ഗ്രേക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം
യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് എവിടെയാണ്? ഇറ്റലിയിലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന പേരാണ് നൽകിയത്. മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടി. അങ്ങനെ മുമ്പ് നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതിനെയാണ് നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങൾ എന്നുള്ളത്. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന 2 പ്രധാന സംസ്കാരങ്ങളാണ് ഇത്, ഗ്രീക്കും റോമൻ സംസ്കാരങ്ങളും. ഇവയെ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. BC 12-ാം നൂറ്റാണ്ട് മുതൽ, ഈ നൂറ്റാണ്ടെന്ന് ഓർത്ത് വയ്ക്കണേ, BC 12-ാം നൂറ്റാണ്ട് മുതൽ BC 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഇത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റേത്. BC 7-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെയാണ് റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളെയാണ് ഗ്രെക്കോ റോമൻ സംസ്കാരം എന്ന് പറയുന്നത്. പ്രാചീന യൂറോപ്പിലായിരുന്നു ഈ 2 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നത്. ഇവയെ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്ന് പറയുന്നുണ്ട്. BC 12 to BC 4 വരെ ഗ്രീക്ക് സംസ്കാരവും BC 7-ാം നൂറ്റാണ്ട് മുതൽ CE 5 വരെ റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇതെല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഇനി എന്താണ് നവോത്ഥാനം എന്നുള്ളത് നമുക്കറിയാം. റിനൈസൻസ് അല്ലേ എന്ന വാക്കിൻ്റെ മലയാളം വേർഡാണ് എന്ത്? നവോത്ഥാനം. ഇതിന് പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 14-ാം നൂറ്റാണ്ടിൽ ഈ ഒരു ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നവോത്ഥാനം, അതിൽ നിന്നാണ് ഈ നവോത്ഥാനം എന്നുള്ളൊരു വാക്ക് ഇവിടെ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പുനർജനി എന്ന് പറയുന്നു. ഈ നവോത്ഥാനം വളർന്നു വന്നത് ഇറ്റലിയിലാണ്. ഇപ്പോൾ മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങൾ അതിവിടെ ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതൊക്കെയാണ്? മിലാൻ, പാർമ, വെനീസ്, ബൊളോണ, ജനോവ, പിസ, ഫ്ലോറൻസ്, റോം, നേപ്പിൾസ്. ഇവയാണ് മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങൾ. ഇനി ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവ കൂടുതൽ സ്വാതന്ത്ര്യവും സമ്പന്നവും ഊർജ്ജസ്വലവും ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു വേർഡ് അല്ലേ, ബുക്ക് കീപ്പിംഗ്. എന്താണ് ഈ ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് എന്നുള്ളത് നമ്മളുടെ അക്കൗണ്ട്സ് ഇല്ലേ, അത് തന്നെയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ഒക്കെ ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ എന്താണ് ബുക്ക് കീപ്പിംഗ്? ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ദിവസേന, അതാണ് ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടി ഏതാണ്? ബുക്ക് കീപ്പിംഗ് ആണ്. 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി. അങ്ങനെ വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. ഇവർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളുമാണ് ഇവിടെ താഴെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 11-ാം നൂറ്റാണ്ടോടുകൂടി
എന്താണ് യൂറോപ്പിൽ വാണിജ്യവൽക്കരണം ഉണ്ടായി. അങ്ങനെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമായി. പക്ഷെ അവിടെ മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിച്ചു. അങ്ങനെ ഒരു സമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരവിടെ ഉടലെടുത്തു. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇറ്റലിയിലെ പല സമ്പന്ന കുടുംബങ്ങളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഇറ്റാലിയൻ കുടുംബങ്ങളും അതുപോലെ തന്നെ വളർന്നു വന്ന നഗരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇറ്റാലിയൻ കുടുംബങ്ങൾ? മെഡിച്ചി, സ്ഫോസ, ഫർണീസി, ഓസീനി, വിസ്കൊന്തി. ഇവ വളർന്നു വന്ന നഗരങ്ങളാണ്. മെഡിച്ചി ഫ്ലോറൻസ്, സ്ഫോസ മിലാൻ, ഫർണീസി പാർമ, ഓസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ. അടുത്തത് എന്താണ് കുരിശ് യുദ്ധങ്ങൾ? അപ്പോൾ കുരിശ് യുദ്ധങ്ങളും ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പല മേഖലകളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് കുരിശ് യുദ്ധം എന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ എന്താണ് കുരിശ് യുദ്ധം? വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ. തമ്മിലായിരുന്നു കുരിശ് യുദ്ധങ്ങൾ? ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജെറുസലേമിനായിട്ട്. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം എന്താണ്? CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയാണ് ഇതിൻ്റെ കാലഘട്ടം. ഇനി എന്തൊക്കെയാണ് കുരിശ് യുദ്ധങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവുമായിട്ട് ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് എന്താണ്? വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസൻ്റെയിൻ സാമ്രാജ്യം എന്നിവയുമായിട്ട് സ്ഥാപിച്ച വാണിജ്യബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി. അങ്ങനെ കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റു യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായിരുന്നു. അപ്പം അതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റാലിയൻ നഗരങ്ങൾ എന്തുകൊണ്ട് മറ്റു യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് സമ്പന്നമായി, അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങളാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചത്. അതിലൂടെ ഇറ്റാലിയൻ നഗരങ്ങൾ കൂടുതൽ അവിടുത്തെ ജനജീവിതവും കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങളും നഗരങ്ങളും എല്ലാവർക്കും പരിചിതമായി. അങ്ങനെ ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലായി. അങ്ങനെ അവരുമായിട്ട് സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ കൂടുതൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകാനും തുടങ്ങി. ഇതൊക്കെയാണ് ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമാവാൻ കാരണം. 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായിട്ട് ബാധിച്ചു. അപ്പോൾ ഈ ബ്യൂബോണിക് പ്ലേഗിൻ്റെ മറ്റൊരു പേരാണ് ബ്ലാക്ക് ഡെത്ത്. എന്താണ് ബ്ലാക്ക് ഡെത്ത്? അത് മാർക്ക് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി. നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താണ് ഈ ബ്യൂബോണിക് പ്ലേഗ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത്, ഈ ഒരു അസുഖം അല്ലേ, ഇത് പടർന്നു പിടിച്ചതോടുകൂടി വാണിജ്യ രംഗത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ പ്ലേഗിൻ്റെ ഭീകരത
മനുഷ്യനെ ജീവിതത്തിൻ്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇതാണ് മാനവികതയിലേക്ക് വഴി തുറക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഹ്യൂമനിസം ഉടലെടുക്കാനുള്ള ഒരു പ്രധാന കാരണം ബ്യൂബോണിക് പ്ലേഗാണ്. ഇനി ബ്യൂബോണിക് പ്ലേഗ് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തിയില്ലേ. അപ്പോൾ ബ്യൂബോണിക് പ്ലേഗ് കാരണം ഇവിടെ മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം ഉടലെടുത്തു. ഈ ഹ്യൂമനിസം കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമനിസം വരുത്തിയ മാറ്റങ്ങളാണ് പറയുന്നത്. എന്താണ് അപ്പോൾ ഇവിടെ നഗരങ്ങളിലെ സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം, ഇതെല്ലാം എന്താണ് ജനങ്ങളിൽ ആ ഒരു പൗരബോധവും ആത്മാഭിമാനവും ഒക്കെ വളർത്താൻ കാരണമാക്കി. അങ്ങനെ പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽഫലമായി പ്രാചീന ഭാഷ, സാഹിത്യ സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമ നഗരത്തിലെ ചിത്രങ്ങളും കൈയെഴുത്തു പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ മനസ്സിൽ അനശ്വരരാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. ഇപ്പോൾ രാജാക്കന്മാരും സമ്പന്നരും വിദ്യാസമ്പന്നരും ഇറ്റലിയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കൂടിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവർ ചെയ്തത് എന്താണ്? സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ മോടി പിടിപ്പിക്കുകയും സന്യാസിനി മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ കലാകാരരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായി കണക്കാക്കപ്പെട്ടു. ഇപ്പോൾ 1453 തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അങ്ങനെ പ്രാചീന ഗ്രക്കോ റോമൻ സാഹിത്യകൃതികളുടെ കൈയെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു ഇവിടം കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെ തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കൈയെഴുത്തു പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തനാശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്നുള്ളത്. 1347 1351 ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് എന്ത് പറയുന്നത്? ബ്ലാക്ക് ഡെത്ത്. ഏത് കാലഘട്ടത്തായിരുന്നു? 1347 1351 ഇടയിൽ. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. അപ്പോൾ പ്ലേഗ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട്. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായി ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി, മാർട്ടിൻ ബെർണലിൻ്റെ ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ ഈ അഭിപ്രായം പങ്കുവെക്കുന്നവയാണ്. ഈ ഗ്രന്ഥങ്ങളൊന്ന് ഓർത്ത് വെച്ചോളാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ്.
അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചരിത്രകാരർ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഗ്രന്ഥങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ അവർ അതിനെയാണ് വാദിക്കുന്നത്. നെക്സ്റ്റ്, മനുഷ്യർ കേന്ദ്രമാകുന്നു. ഇവിടെ മധ്യകാല ലോകത്തെ പ്രധാനമായിട്ടും സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രമാണെന്ത്? സ്കോളാസ്റ്റിസിസം. എന്താണ് സ്കോളാസ്റ്റിസിസം? മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രം. അപ്പോൾ ഈ സ്കോളാസ്റ്റിസിസത്തിൽ എന്താണ് പറയുന്നത്? ഇതിൽ പറയുന്നത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയത്. അപ്പോൾ സ്കോളാസ്റ്റിസിസം എന്തിനാണ് ഊന്നൽ നൽകിയത്? ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപപ്പെട്ട ആശയമാണ് ഏത്? മാനവികത. മാനവികത എന്തിനാണ് പ്രാധാന്യം നൽകിയത്? മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കുമാണ് പ്രാധാന്യം നൽകിയത്. മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകി. അപ്പോൾ ഇവിടെ മാനവികതാവാദികൾ പ്രാധാന്യം കൊടുത്തത് മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്കാണ്. ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. ഏതിൻ്റെ? മാനവികതയുടെ. നമ്മൾ പറഞ്ഞു മാനവികത എന്താണ്? മനുഷ്യന് പ്രാധാന്യം നൽകുന്നതാണെന്നുള്ളത്. അപ്പോൾ ദൈവ കേന്ദ്രീകൃതമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വീക്ഷണത്തിൻ്റെ പരിവർത്തനം, ഒരു മാറ്റം. പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം, ചേഞ്ച് ആയിരുന്നു ഈ മാനവികത. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. അവർ മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. ഇക്കാലത്ത് പ്രാചീന റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലിൻ്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനാണ് ആര്? അരിസ്റ്റോട്ടിൽ. മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഗ്രീക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ നവോത്ഥാന കല മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. നവോത്ഥാന കാലത്തെ കലാസാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി. ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ മാറ്റവും ഇതെന്താണ്? പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ ഇങ്ങനെ ഒറ്റൊരു പാരഗ്രാഫായിട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. ഇതിനെ പോയിൻ്റ് ആക്കി എഴുതി വയ്ക്കുക. ഇനി അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനാണ് ആര്? അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടലിൻ്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത്. അപ്പോൾ അരിസ്റ്റോട്ടലിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്.
നമ്മൾ പറയും പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കൊക്കെ പശ്ചാത്തലമൊരുക്കി. അതുപോലെ തന്നെ 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടലിൻ്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ സത്യാന്വേഷണത്തിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ വ്യാപ്തിയും ഒക്കെയാണ് ഇതിന് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇത്രയും പ്രചരിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നവോത്ഥാന കാലം മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ് അടുത്ത ദിവസം കൃത്യം വൈകിട്ട് 7 മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ടൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.